ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. നല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന സാധനമാണ് മക്രോണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാസ്ത റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ പാസ്ത ഉണ്ടാക്കുക എപ്പോഴും ചിക്കൻ വെച്ചിട്ടൊക്കെ ആയിരിക്കും അല്ലേ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് സ്ക്യൂട്ട് വെച്ചിട്ടാണ്, നമ്മളെ കൂന്തൽ വെച്ചിട്ട്. ഒരുപാട് സ്പൈസസും ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടി നമ്മളെ കൂന്തലാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ കൂന്തൽ ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ 1 കിലോ കൂന്തലാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തലയും അതുപോലെ തന്നെ ഉള്ളത്തെ വേസ്റ്റൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു 1/2 കിലോ ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചതാണത്. അപ്പോൾ 1/2 കിലോ ആണ് ഇതിൻ്റെ ആഫ്റ്റർ ക്ലീനിങ് വെയിറ്റ് കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തത്. സൺഫ്ലവർ ഓയിലായും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ചിട്ടുള്ള ഗാർലിക്കാണ് വേണ്ടി. നമ്മളെ വെളുത്തുള്ളി 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-12 അല്ലിയോളം ഞാൻ ചതച്ചതല്ല, ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ചെറിയ സിമ്മിലിട്ട് വെച്ചിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുക. കളർ മാറരുത്, എന്നാൽ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. ഉള്ളി എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞത്. ചോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 2 വലിയ സൈസുള്ള ഉള്ളിയും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇനി ഈ ഒരു ഉള്ളിയില്ല, അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നേരെ പകുതിയായിട്ട് വരും കേട്ടോ. കളർ മാറലല്ല, ബ്രൗൺ കളർ ആയി പോകാൻ പാടില്ല. വഴറ്റിയിട്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, ആ ഒരു ഉള്ളി നേർ പകുതിയായി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്ന്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളി അരച്ചതാണ് കേട്ടോ. ഞാനൊരു 4 വലിയ സൈസിലുള്ള തക്കാളി വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അരച്ചതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ടിന്നിൽ കിട്ടും കേട്ടോ. ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടിന്നിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇത് ഈ ഒരു ടൊമാറ്റോ അരക്കാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നീളം തക്കാളിയാണ് വേണ്ടി കേട്ടോ. പ്ലം ടൊമാറ്റോ എന്നാണ് അതിന് പറയുക. ആ ഒരു തക്കാളിയാണ് ഇങ്ങനത്തെ ഐറ്റംസിന് എടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഈ ഒരു ടൊമാറ്റോ പ്യൂരി ഈ എണ്ണ കിടന്ന് വഴറ്റി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്ന വരെ വഴറ്റി അങ്ങനെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പാപ്രിക്കയാണ് ചേർക്കുന്നത് കേട്ടോ. പാപ്രിക്ക പൗഡർ അതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി. അപ്പോൾ എരിവിന് വേണ്ടി നമ്മൾ ആകെ ഇതിൽ ചേർക്കുന്നത് ഈ ഒരു കുരുമുളക് പൊടിയും 2-3 പച്ചമുളകും മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ വേണ്ടത് കട്ടിയുള്ള സോയാ സോസാണ്, ഡാർക്ക് സോയാ സോസ്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ വേണ്ടത് ശരിക്കും ഫിഷ് സോസ് അല്ലെങ്കിൽ ഓയിസ്റ്റർ സോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോസ് ഉണ്ട്, അതാണ് വേണ്ടി കേട്ടോ. നമ്മളെ ഫിഷിൻ്റെ ഐറ്റം ആയതുകൊണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബാർബിക്യൂ സോസാണ് എടുക്കുന്നത്. ഈ ഒരു ഫിഷ് സോസും അതേപോലെ തന്നെ ഈ ഒരു ഓയിസ്റ്റർ സോസ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബാർബിക്യൂ സോസ് എടുത്തത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനെഗറും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് വേണം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ ഒഴിച്ചിട്ടുള്ള എല്ലാ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി മിക്സ് ആക്കി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പാകത്തിലല്ലേ എന്നുള്ളത്. പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൂന്തളില്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു ഐറ്റം ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ടൈപ്പ് തന്നെ വേണമെന്നില്ല. ഇതൊക്കെ ഏത് കൂന്തൽ വെച്ചിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെമ്മീൻ വെച്ചിട്ട് ഷ്രിമ്പ് വെച്ചിട്ടും ചെയ്യാം. ഈ സെയിം റെസിപ്പി തന്നെ ഷ്രിമ്പ് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ ഒരു ചെമ്മീനും അതുപോലെ തന്നെ കൂന്തലിനൊന്നും ഒരുപാട് വേവില്ല കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മിനിറ്റ് അല്ല 4 മിനിറ്റ് മാക്സിമം ആണ് ഇത് വേവിച്ചെടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 4 മിനിറ്റാണ് ഞാനിതിവിടെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒരു 3 ടീസ്പൂണോളം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക. ഏത് ഷേപ്പിലുള്ള പാസ്ത നിങ്ങൾക്ക് എടുക്കട്ടെ. ഞാനിവിടെ ചെറിയ ടൈപ്പിലുള്ള ഒരു പാസ്തയാണ് എടുത്തത്, എൽബോ ഷേപ്പ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിൽ 4 കപ്പാണ് എടുത്തത്. അപ്പോൾ 4 കപ്പ് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പാക്കറ്റിൻ്റെ പുറത്തും ഉണ്ടാവും എത്ര മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കേണ്ടതെന്നുള്ള, അത് പ്രകാരം തന്നെ വേവിച്ചെടുക്കുക. ഓവർ കുക്ക് ആയി പോകാൻ പാടില്ല കേട്ടോ, കുഴഞ്ഞ പോലെ ആയി പോകാൻ പാടില്ല. അപ്പോൾ പാസ്തൻ്റെ വേവ് എന്ന് പറയുന്നത് 6 മുതൽ 8 മിനിറ്റ് വരെ അതിൻ്റെ ഉള്ളിൽ പാസ്ത വെന്ത് കിട്ടും. അതാണ് ഒരു കറക്റ്റ് സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഒരു വെള്ളം പോലെ ആക്കിയിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ കോൺഫ്ലോർ. 1 ടേബിൾ സ്പൂൺ തന്നെ ഇതിൽ കറക്റ്റ് അളവാണ്.
എന്നിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു 4 മിനിറ്റോളം ഞാൻ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. 4 മിനിറ്റ് ആയിട്ടില്ല, ആവാനായി. ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും, അത് നമ്മൾ ഒരുപാട് അതൊന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്വിഡ് റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് കട്ടിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങ് കട്ടിയായിട്ട് വരും. അപ്പോൾ ഒരു 10 സെക്കൻഡ് അല്ല 15 സെക്കൻഡൊക്കെ ഇതിങ്ങനെ ഇളക്കിയും കൊണ്ട് നിൽക്കുക, ഒന്ന് തിളച്ചോട്ടെ. ആ ഒരു കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10-15 സെക്കൻഡ് മാക്സിമം. അപ്പോൾ അത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു സ്ക്വിഡിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പാസ്ലിയാണ്. അപ്പം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാസ്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. പാസ്ലി ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഒരു വേറെ തന്നെ ഒരു ഫ്ലേവർ വരും. ഇനിയിപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മൂടി വെക്കാം. ഇനിയിപ്പോൾ അതേ സമയം തന്നെ നമ്മൾ പാസ്തയും ഇവിടെ നിന്ന് റെഡി ആയി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതാ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് വേവാണ്. ഇത്രയും മതി കേട്ടോ, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത് ഊറ്റിയെടുക്കുക, ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂന്തലിലേക്ക് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ച പാസ്തയും കൂടെ മിക്സ് ആക്കണം. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് അതിൻ്റെ ഗ്രേവിയും ആ ഒരു കൂന്തളോട് കൂടിയുള്ള ആ ഒരു സോസ് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് സെൻട്രലായിട്ട് കുറച്ചൊന്ന് വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും രണ്ടും ഒരേപോലെ ചൂടുണ്ടായിരിക്കണം കേട്ടോ. നല്ല ചൂടിലാണ് രണ്ടും ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾ ഇനിയിപ്പോൾ സോസ് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ സമയത്ത് നിങ്ങൾ ആ ഒരു സോസ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മക്രോണിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. രണ്ടും ഒരേപോലെ ചൂടുണ്ടെങ്കിലാണ് നല്ല കറക്റ്റ് പാകത്തിലായിട്ട് കിട്ടുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ, തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് പിന്നെ സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അന്നേരമാണ് ആ ഒരു സോസൊക്കെ നന്നായിട്ട് ഇതിലേക്കൊന്ന് അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് വരിക കേട്ടോ, ഫ്ലേവർ വരിക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വിളമ്പുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കുറച്ച് സോസില്ലേ, അതിലേക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തതാണ്. അടിപൊളി ടേസ്റ്റിയാണ്, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതേപോലെ തന്നെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. എപ്പോഴും നമ്മൾ ഈ ഒരു പാസ്തയൊക്കെ നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കൂന്തൽ നമ്മൾ എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്രൈ അല്ലെങ്കിൽ റോസ്റ്റ് അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും ചെയ്യുള്ളൂ. അപ്പോൾ ഒന്ന് മാറി ചിന്തിക്കുക. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗംഭീര ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു പാസ്ത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.